ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഫ്രൂട്ട് സലാഡാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഫ്രൂട്ട് സലാഡ്, സിമ്പിളായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡ്. അതെങ്ങനെ ഉണ്ടാക്കാവുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അതിന് വേണ്ടത് 1 ലിറ്റർ പാൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാല്, മുട്ടയുടെ മഞ്ഞ നല്ലതായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ നല്ലതായിട്ട് അടിച്ചു, മുട്ടയുടെ വെള്ള നല്ലതായിട്ട് അടിച്ചു. 2 മുട്ട എടുത്തും വെച്ച് അത് മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഇത് കൊണ്ടൊന്ന് അടിച്ച് വെച്ചേക്കുന്നതാണിത്. പിന്നെ കുറച്ച് ഇതിനാവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര വേണം. പിന്നെ വാനില എസൻസ് ഒരു 2-3 തുള്ളി വേണം. പിന്നെ ഇത് കസ്റ്റേർഡ് പൗഡർ. ഈ കസ്റ്റേർഡ് പൗഡറിൻ്റെ ഒരു 3 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തതാണ് ഇത്. 3 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടി വേണ്ടത്. അപ്പോൾ ഞാൻ ഈ പാലിൻ്റെ ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചേക്കുവാണ്. കുറച്ചൊന്ന് ചൂടായി കഴിയുന്നുണ്ട്. അതിൻ്റെ അകത്തെ കുറച്ച് പാല് ഇതിൻ്റെ അകത്തോട്ട് എടുത്ത് ഈ കസ്റ്റേർഡ് പൗഡർ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത്, കട്ടയില്ലാതെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് അടിച്ചൊന്ന് വെക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തൊന്ന് വെക്കണം. കട്ട ഒട്ടും കാണരുത്. പിന്നെ ഞാൻ പാല് ചൂടാക്കാനായിട്ട് വെച്ചു. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി. ഇനി ഞാൻ ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തിട്ട് ഈ പാലിൻ്റെ കുറച്ച് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എടുത്ത് ഈ കസ്റ്റേർഡ് പൗഡർ നല്ലതായിട്ടൊന്ന് കലക്കി വെക്കണം. നല്ലതായിട്ട് കട്ടയില്ലാത്ത വിധത്തിൽ നല്ലതായിട്ടൊന്ന് കലക്കണം. ഇത് നല്ലതായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതായിട്ടൊന്ന് കലക്കി കുറച്ച് നേരം കൂടെ ഒന്ന് കലക്കി നല്ലതായിട്ട് വെക്കണം. അന്നേരത്തേക്ക് നമുക്ക് ഈ പാലിൻ്റെ അകത്ത് മുട്ടയുടെ മഞ്ഞ ഈ പാലിൻ്റെ അകത്ത് നല്ല ചേർക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര. ഞാൻ ഈ സ്പൂണിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം മധുരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് ആവശ്യം പോലെ നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർക്കാൻ പറ്റും. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ. പാല് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ കസ്റ്റേർഡ് പൗഡർ നമ്മൾ കലക്കി വെച്ചേക്കുന്ന കസ്റ്റേർഡ് പൗഡർ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഇനി എളുപ്പമൊന്ന് കുറുകും. അത് കാരണം തീ ഒരു ലോ ഫ്ലെയിമിലോട്ട് ഇനി ഇടണം. എന്നിട്ട് ഞാനിത് ലോ ഫ്ലെയിമിലിട്ടു. ഇനി ഞാൻ ഈ കസ്റ്റേർഡ് പൗഡർ അങ്ങോട്ട് ചേർക്കാൻ പോവാണ്. ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഒരു വാനില എസൻസ്, ഒരു സ്വല്പം വാനില എസൻസ് കൂടെ ഞാൻ അങ്ങോട്ട് ചേർക്കുകയാണ്. ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടി ഒരു സ്വല്പം വാനില എസൻസ് ചേർത്തു. ഇനി നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നല്ലതായിട്ട് കുറുകുന്നുണ്ട്. നല്ലതായിട്ട് ഇപ്പോൾ കുറുകും. നല്ലതായിട്ട് കുറുകി വരുവാണ്. നല്ലതായിട്ടൊന്ന് കുറുകി കഴിയുന്നുണ്ട്. മുട്ടയുടെ വെള്ളം നമ്മൾ അതിൻ്റെ അകത്തോട്ട് ലാസ്റ്റ് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് അധികം ഇളക്കണ്ട. കണ്ടോ, നല്ലതായിട്ട് കുറുകി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കേട്ടോ. കസ്റ്റേർഡ് ഈ ഒരു പരുവാകുന്ന വരെ വേണം
നമ്മൾ നല്ലതായിട്ട് കുറുക്കിയെടുക്കാനായിട്ട്. ഇത് നല്ല പരുവായി. ഈ പരുവാകുന്നോണ്ടേ ഇത് ഓഫ് ചെയ്തിടണം. ഇനി നമ്മൾ നല്ലതായിട്ട് തണുക്കാൻ വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് തണുത്ത് കഴിയുന്നുടനെ നമ്മളിത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് പാത്രത്തിൻ്റെ അകത്താക്കി വേണം നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് തണുക്കാനായിട്ട് വെക്കാൻ. ഇതിപ്പോൾ സാധാരണ പോലെ ഒന്ന് തണുക്കാനായിട്ട് വെക്കുവാണ്. എന്തിനാ അത് മിക്സിക്കകത്ത് ജാറിൻ്റെ അകത്തുനിന്ന് കറക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ നമ്മൾ ചേർക്കുന്ന കാരണം ഒരു ചെറിയ തരിതരിപ്പ് ഒരു കട്ട പോലെയൊക്കെ ഇടയ്ക്കൊക്കെ കാണും. പക്ഷെ അതൊന്ന് നല്ലതായിട്ടൊന്ന് അടിച്ച് നമ്മളങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് മൊത്തമായിട്ട് ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആവും. അതിനുവേണ്ടിയാണ് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് അടിച്ച് വെക്കണമെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതിപ്പം നമുക്ക് നല്ലതായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ച് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഫ്രൂട്ട് സലാഡാക്കാം. ഇപ്പം ഞാൻ ഏതായാലും തണുക്കാനായിട്ട് വെക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയായി. ഇത് ഞാനിപ്പോൾ മിക്സിക്കകത്തിട്ട് അടിച്ച് പാത്രത്തിൻ്റെ അകത്ത് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തതാണ്. ഇത് ഞാൻ ഇച്ചിരി ഫ്രൂട്ട് സലാഡ് എടുത്ത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്കിനി ഒന്ന് കഴിച്ച് നോക്കാം. നല്ല സൂപ്പറാണ്. അധികം ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ട് കുറച്ച് മാത്രമേ ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളൂ. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ എൻ്റെ ഫ്രൂട്ട് സലാഡ് റെഡിയായി. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല സൂപ്പറാണ്. എല്ലാവരും ഇതുപോലെ വെച്ച് കഴിക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.